നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ലഞ്ച് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കുക്കിങ്ങും കുറച്ച് കഥകളൊക്കെ ആയിട്ട് തുടങ്ങാം. 2026 ഫസ്റ്റ് വ്ളോഗും കൂടെയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ രാവിലത്തെ ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അച്ഛനെ സ്കൂളിൽ പറഞ്ഞയച്ചു. പിന്നെ നിങ്ങൾക്കറിയാലോ, അച്ചു ഗവൺമെൻറ് സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അവന് ലഞ്ച് കൊണ്ടുപോകണ്ട, സ്കൂളിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ രാവിലത്തെ പരിപാടികൾ, ചായ പരിപാടികളൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ടാണ് ഉച്ചയ്ക്കുള്ള ഊണ് തയ്യാറാക്കല് കേട്ടോ. അപ്പോൾ പാത്രം കഴുകിയതൊക്കെ എടുത്തു വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു. ഈ പാത്രം കഴുകൽ ഒരു മെനക്കെട്ട പരിപാടി ആയതുകൊണ്ട് ഞാനൊരു ഇയർഫോണും ചെവിയിൽ വെച്ച് ഒരു പാട്ടൊക്കെ കേട്ടിട്ടാണ് ഇത് കഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇഷ്ടമില്ലാത്ത ജോലികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകുക. ഏറ്റവും ഇഷ്ടമുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ തുണി തിരുമ്പുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വാഷിംഗ് മെഷീനിലിട്ട് കഴുകുന്നതല്ല, ഞാൻ സ്വന്തമായിട്ട് കഴുകുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വീട്ടുജോലി ഏതാണെന്ന് പറയൂ. വീട്ടുജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്നല്ല എന്ന് എനിക്കറിയാം. എന്നാലും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോൾ ചിലത് നമ്മുടെ ഇഷ്ടങ്ങളും ചിലത് ഇഷ്ടക്കേടുകളായിട്ട് മാറുമല്ലോ. പാത്രം കഴുകിയതൊക്കെ എടുത്ത് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് ഒതുക്കിയതിന് ശേഷം പിന്നെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് അടുത്ത കുക്കിങ്ങിനുള്ള കാര്യങ്ങൾ നോക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ചപ്പ് ചവറായിട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു മൂഡ് പോയി കിട്ടും. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഒരു പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഉപ്പേരിയാണല്ലോ, അപ്പോൾ ഇന്ന് ഉപ്പേരി മാറ്റി പിടിച്ചിട്ട് കയ്പ്പയ്ക്ക കൊണ്ട് ഒരു വറവൽ പോലെ ആക്കുന്നുണ്ട്. പിന്നെ ഒരു സാലഡ് കേട്ടോ. ഞാൻ ചോറുണ്ണൽ വീണ്ടും തുടങ്ങി. ജിമ്മിന് പോക്ക് കുറച്ച് ദിവസമായല്ലോ ഇപ്പോൾ പോയിട്ട്. അപ്പം ഇനി ഇപ്പം ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ജിമ്മിൽ പോകുന്ന ഒരു സമയമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ പോകണ്ട, ഈ ഒരു മന്തും കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാമെന്ന്. അപ്പോൾ അതുവരെ ചെറുതായിട്ട് ചോറൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു 2 കിലോ വീണ്ടും കൂടി. നന്നായിട്ട് ഒരു 5 കിലോ കുറഞ്ഞതായിരുന്നു, ഇപ്പോൾ 2 കിലോ കൂടി. അത് ജിമ്മിന് പോകാത്തതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ഭക്ഷണം ജിമ്മിന് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് കഴിക്കുക. പേടിയാണ്, നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കുറേ വലിച്ചു വാരി കഴിച്ചാൽ ചെയ്തതിന് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഭക്ഷണം ഉണ്ടാക്കലാവുമ്പോൾ നമ്മളും കഴിച്ചുകൊണ്ടിരിക്കും. ഈ മത്തങ്ങയുടെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയ മത്തങ്ങയല്ല. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ടി വി കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ അമ്മ എന്തെങ്കിലുമൊക്കെ തന്നു വിടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് പലചരക്ക് സാധനങ്ങൾ പച്ചക്കറികൾ എല്ലാം ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ ടി വിയും ഒക്കെ ആയിട്ട്. അപ്പോൾ മത്തങ്ങയൊന്നും വീട്ടിലുണ്ടാക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് അമ്മ എനിക്ക് തന്നു വിട്ടത്. എനിക്കാണെങ്കിൽ മത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ്. എലിശ്ശേരി, പിന്നെ ഒഴിച്ചുകറി, മോരുകറി, പച്ചടി, അങ്ങനെ ഏത് തരം കറികളായിട്ടായാലും മത്തങ്ങ, ഇനിയിപ്പോൾ സ്വീറ്റായിട്ടായാലും ഞാൻ മത്തങ്ങ ചിലവാക്കും. ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പച്ചടിയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ മത്തങ്ങ കഷ്ണാക്കി അരിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഞാൻ മത്തങ്ങ അല്ലെങ്കിൽ ഇതുപോലെ പരിപ്പില്ലാത്ത കൂട്ടാനുകളൊന്നും കുക്കറിൽ വെക്കാറില്ല കേട്ടോ. ഞാൻ പാത്രത്തിൽ തന്നെയാണ് വെക്കാറ്. അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. അതുകൊണ്ട് തന്നെ കുക്കറിൽ വെച്ചിട്ട് അതിൻ്റെ ഭംഗി കളയണില്ല. എനിക്കെന്തോ കുക്കർ പൊതുവെ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറയാറുണ്ട് മുട്ട പുഴുങ്ങാനടക്കം കുക്കറിൽ ഇട്ടുകൂടെയെന്ന്. എനിക്ക് കുക്കർ എടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ആ സാധനം കൈയോട് തൊടാത്തത്. ഞാൻ ആകെ കുക്കർ എടുക്കുക, നോൺ വെജൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പം കുക്കർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കാൻ, അല്ലെങ്കിൽ പരിപ്പിട്ടിട്ടുള്ള മറ്റെന്തെങ്കിലും കറികൾ ഉണ്ടാക്കുമ്പോൾ, ഇത്രയാണ് ഞാൻ കുക്കർ ഉപയോഗിക്കുക. ബാക്കി കൂട്ടാനുകളെല്ലാം വെക്കുമ്പോൾ ഞാനിതുപോലെ പാത്രങ്ങളിലാണ് വയ്ക്കുക. തേങ്ങ ചിരകിയിട്ടുണ്ട് കറിക്ക്. അതിലേക്ക് കുറച്ച് കടുകും പച്ചമുളകും പിന്നെ ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്ക്
തൈരും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് കൂട്ടാൻ പച്ചടിയല്ലേ, അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണേ. മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് അത് തണുക്കാനായിട്ട് വെച്ചു കേട്ടോ. നമ്മൾ പച്ചടിയല്ലേ, അപ്പം ചൂടോടുകൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറി കിട്ടും. പിന്നെ അങ്ങനെയല്ലല്ലോ അതിൻ്റെ രീതി. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചൂടാറാനായി വെച്ചു. ഇപ്പം പറഞ്ഞ പോലെ കൈപ്പയ്ക്ക എപ്പോഴും അടുക്കളയിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് ഉപ്പേരിയൊന്നും വേണ്ട, വറക്കാമെന്ന് വിചാരിച്ചു. വറുത്ത് കഴിഞ്ഞാൽ ഉണ്ണി കഴിച്ചോളും. അപ്പോൾ ഇതാ ഇങ്ങനെ കുട്ടി കുട്ടി കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു എല്ലാം പുറത്ത് കളഞ്ഞ് അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ മസാല പുരട്ടി വറുത്ത് കൊടുത്താൽ മതി. കൊണ്ടാട്ടം ഉണ്ടാക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ. ഇനി ഒരു ദിവസം അതും കൂടെ നോക്കണം. പണ്ടെങ്ങാണ്ടോ ആണ് ഞാൻ ഈ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഒരു 3-4 പാക്കറ്റൊക്കെ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ പിന്നെ അത് വീട്ടിലുണ്ടാക്കാനൊരു മടിയാണ്. സാലഡിന് നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങാനായിട്ടും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഈ കയ്പ്പയ്ക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അരിപ്പൊടിയും കുറച്ച് ചെറുനാരങ്ങയുടെ നീരും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. പിന്നെ അതങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി. ചെറുനാരങ്ങയും ഉപ്പും പിന്നെ കയ്പ്പയ്ക്കയുടെ കയ്പ്പും കൂടി കഴിഞ്ഞാൽ വറുത്തെടുക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതൊന്ന് കൂടാനായിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പുരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചതിന് ശേഷമാണ് ഞാനതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ കറിയത്തെ ചൂടെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരച്ച തേങ്ങ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മോരൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കറിക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ വറവിടുന്ന പോലെ തന്നെ കടുക്, ഉലുവ, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഉണക്കമുളക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കറിയിലേക്ക് വറവിടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എപ്പോഴും എന്നോട് പലരും കുട്ടികളെ പറ്റി ചോദിക്കാറുണ്ട്. കുട്ടികളുടെ കാര്യങ്ങൾ കുട്ടികളെ വീഡിയോയിൽ കാണിക്കൂ, കുട്ടികളുടെ വിശേഷങ്ങൾ പറയൂ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ തന്നെ പറയാം, ഞാനിപ്പം എൻ്റെ കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ട് വരികയാണ്. ഞാൻ മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ എൻ്റെ രീതിയിൽ, അതായത് സിംഗിൾ മോം എന്ന് പറയുന്ന ഒരു രീതിയിൽ കൂടെ ജീവിച്ചു വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ഒത്തിരി പേരുണ്ട് എന്ന് എനിക്കറിയാം. ഒരു വീട്ടിൽ തന്നെ 2 പേരായി ജീവിച്ചിട്ടും ഒറ്റ അമ്മയായിട്ട് മക്കളെ വളർത്തേണ്ടി വരുന്ന അമ്മമാരും ഉണ്ട്. ഞാനും അങ്ങനെ ഒരു അമ്മയായിരുന്നു. ഇപ്പം ഞാൻ സ്വതന്ത്രമായിട്ട് കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തുകയാണ്. പലരുടെയും വിചാരം ഇത് ഭയങ്കര എളുപ്പമാണ്, നമ്മൾ നമ്മുടെ ലൈഫിലെ സ്ട്രഗിൾസ് ഒന്നും പുറത്ത് കാണിക്കാതെ ഭയങ്കര ചിരിച്ച് കളിച്ച് ജീവിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പലരുടെയും വിചാരം. ഇതൊരു സിമ്പതി സ്റ്റോറി അല്ല കേട്ടോ, ഇതെൻ്റെ സ്ട്രെങ്ത്തിൻ്റെ സ്റ്റോറിയാണ്. നമ്മളിങ്ങനെ സിംഗിൾ മോം ആയതിനു ശേഷം ലൈഫ് എങ്ങനെ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും 2 റോളും ഒരേപോലെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു അവസരമാണ്. നമ്മുടെ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു സൈഡ് ഉണ്ടല്ലോ, അതൊരിക്കലും മക്കളുടെ മുമ്പിൽ കാണിക്കരുത് എന്നായിരിക്കും സിംഗിൾ അമ്മയായിട്ടിരിക്കുന്ന എല്ലാവരും മനസ്സിൽ വിചാരിക്കുക. നമ്മുടെ വിഷമങ്ങളൊന്നും നമുക്ക് അവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റില്ല. കാരണം കുട്ടികളുടെ മുമ്പിൽ നമ്മളെപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നമ്മളെ കണ്ടിട്ട് വേണം അവർ സ്ട്രോങ് ആയിട്ട് സ്ത്രീകൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് അവർ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ അമ്മമാരാവുമ്പോൾ ഈ അമ്മ ഭയങ്കര സ്ട്രോങ് ആണല്ലോ, ഒരു പുരുഷനെ പോലെ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണല്ലോ എന്ന് അവർ തോന്നണം. ഒരിക്കലും ഒരു സൈഡിൽ പോലും അവരുടെ മുന്നിൽ അമ്മ വീക്കായ ഒരു അമ്മയാണെന്ന് തോന്നാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വിഷമങ്ങൾ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ കുട്ടികളുടെ മുമ്പിൽ കാണിക്കാതെ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കും. ചിലപ്പോൾ ഒക്കെ രാത്രി കരയേണ്ടി വരും.
കാരണം എന്താ വെച്ചാൽ എനിക്ക് തളരാൻ പറ്റില്ല. അവർക്കുള്ള ഒരേ ഒരു ആശ്രയം ഞാൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തളരാൻ പറ്റില്ല. നമ്മുടെ ഫിനാൻഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വലുതാണ്. നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ്, കുട്ടികളുടെ പ്ലാനിങ്, അവരുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അവരുടെ സേഫ്റ്റി, പിന്നെ ഇൻകം കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ജോലിയുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഇത് ഹെൽപ്പാവും. അപ്പോൾ എന്നെ പോലെയുള്ള, അതായത് ഇനി മാസം ഇത്ര കിട്ടി, അടുത്ത മാസം എന്ത് കിട്ടും, അങ്ങനെ വിചാരിച്ചിട്ട് പോകുന്ന ഒരു ലൈഫുള്ള ഒരു അമ്മയാണെങ്കിൽ അറിയാലോ അവരുടെ ഒരു ഫിനാൻഷ്യൽ പ്രഷർ എത്രത്തോളമായിരിക്കുന്നു. ചിലപ്പോഴൊക്കെ സ്വന്തം ആവശ്യങ്ങളെ പിറകോട്ട് വയ്ക്കും. എൻ്റെ ആവശ്യമല്ല വലുത്, അവരുടെ ആവശ്യങ്ങളാണ് ആദ്യം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. നമുക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും റെസ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതലുണ്ടാവുക. നമുക്കൊരു വയ്യായ്ക വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ജോലി ചെയ്യേണ്ടി വരും. കാരണം നമ്മളാണ് നമ്മുടെ വീടിൻ്റെ ഒരേ ഒരു എന്താ പറയുക സാമ്പത്തിക സ്രോതസ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ മെയിനായിട്ട് സിംഗിൾ മോം അല്ലെങ്കിൽ സിംഗിളായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ജഡ്ജ്മെൻ്റാണ്. പലർക്കും അത് അനുഭവമുള്ള കാര്യമായിരിക്കും. സൊസൈറ്റിയുടെ ക്വസ്റ്റ്യൻസ്, അൺവാണ്ടഡ് അഡ്വൈസസ്, സിമ്പതി, ഇതൊക്കെ നമ്മൾക്കിതൊന്നും ആവശ്യമില്ലെങ്കിലും അവർ നമുക്കിങ്ങനെ ചൊരിഞ്ഞു തരുമെന്ന് പറയില്ലേ. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും ആവശ്യമേ ഇല്ല. പക്ഷേ നമ്മളെ കൂടുതൽ ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനെന്നുള്ള രീതിയിൽ പലരും അൺവാണ്ടഡ് ആയിട്ടുള്ള അഡ്വൈസൊക്കെ തരും. പിന്നെ നമുക്കതൊക്കെ മിണ്ടാണ്ടെന്ന് ചിലപ്പോൾ കേൾക്കേണ്ടിയും വരും. നമ്മുടെ സൈലൻസ് ആണ് ചിലപ്പം നല്ലത് നമുക്ക് തന്നെ തോന്നിപ്പോവും. പിന്നെ കുട്ടികളെ നമ്മൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ അവരുടെ മുമ്പിൽ നല്ല എന്താ പറയുക ഒരു സ്ട്രോങ് ആയി നിൽക്കണം. അതേപോലെ തന്നെ നമ്മുടെ സ്നേഹവും നമുക്ക് ഒരേ സമയം നമ്മൾ അവർക്ക് കൊടുക്കുകയും വേണം. അപ്പം നമ്മുടെ ഒരു രണ്ട് സൈഡും നമ്മൾ പകുതി ആക്കിയിട്ട് വേണം കുട്ടികളുടെ മുമ്പിൽ നമ്മൾ കൊടുക്കാൻ. അതേപോലെ തന്നെ അവരുടെ ലൈഫിലെ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, നമ്മൾ എത്രത്തോളം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അതേപോലെയുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. ഡിസിഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം, ലൈഫ് കൺട്രോൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കണം. അവരെ പഠിപ്പിക്കണം. ട്രസ്റ്റ്, അതേപോലെ ഗ്രോത്ത്, ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന സിംഗിൾ മോംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ലൈഫിൽ സിറ്റുവേഷൻ കൂടെ കടന്നുപോയി എന്ന് പറയണേ. പിന്നെ അതേ പൂച്ചക്കുട്ടികളെ കാണിച്ചില്ല എന്ന് പറഞ്ഞു. TV കൊണ്ടുവന്ന് വെച്ചപ്പോഴും അതിൻ്റെ സൗണ്ട് കാരണം ഒക്കെ പേടിച്ചിട്ട് അടുത്ത് വരണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണാം.